ഹല്ലേലൂയ. മനുഷ്യൻ അവസാനിച്ചെന്ന് പറയുന്നിടത്ത് എന്റെ ദൈവം തുടങ്ങും. എന്റെ ദൈവം തുടങ്ങും. വാഗ്ദത്തം ജീവിപ്പിക്കും. വാഗ്ദത്തം ജീവിപ്പിക്കും. സാറയുടെ ഗർഭപാത്രം നിർജീവമായിരിക്കുമ്പോഴാണ് അബ്രഹാം വാഗ്ദത്തം കേൾക്കുന്നത്. തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചിരിക്കുമ്പോഴാണ് അബ്രഹാം വാഗ്ദത്തം കേൾക്കുന്നത്. വാഗ്ദത്തം കേൾക്കുന്ന സമയത്ത് വാഗ്ദത്തം വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല അദ്ദേഹത്തിനുള്ളത്. വാഗ്ദത്തം താൻ കേൾക്കുമ്പോൾ തനിക്ക് 75 വയസ്സുണ്ടായിരുന്നു. 75 വയസ്സുണ്ടായിരുന്നു. 75 വയസ്സുള്ള അപ്പച്ചനോട് പറയുക, നിനക്കൊരു മോൻ ഉണ്ടാവുമെന്ന്. വാഗ്ദത്തം കേൾക്കുമ്പോൾ വാഗ്ദത്തം വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. വാഗ്ദത്തം കേൾക്കുമ്പോൾ വാഗ്ദത്തം ഏറ്റെടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു. പക്ഷെ ആ വിശ്വാസത്തിൽ സംശയിക്കാതെ, ഞാനിത് പറയുമ്പോൾ ഒരു വലിയ ശക്തി ഇതിൽ, അവിശ്വാസത്തിൽ സംശയിക്കാൻ എളുപ്പമാണ്, വിമർശിക്കാൻ എളുപ്പമാണ്, സംശയിക്കാനും വിമർശിക്കാനും ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നഷ്ടപ്പെടുന്നത് 1000 തലമുറയുടെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്നുറച്ചു. എപ്പോൾ അബ്രഹാം വാഗ്ദത്തത്തിൽ വിശ്വസിച്ചോ, എപ്പോൾ അബ്രഹാം രാജൻ പാസ്റ്ററെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചോ, എപ്പോൾ സാഹചര്യത്തെ നോക്കാതെ, അവസ്ഥയെ നോക്കാതെ, ശാരീരിക അവസ്ഥയെ നോക്കാതെ, ഫിസിക്കൽ കണ്ടീഷനെ നോക്കാതെ എപ്പോൾ വാഗ്ദത്തത്തെ വിശ്വസിച്ചോ, വാഗ്ദത്തം ജീവനെ കൊണ്ടുവന്നു. ഇന്ന് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആരോട് പറയുന്നു, വാഗ്ദത്തം നിന്നെ ജീവിപ്പിക്കും. പിശാച് നിന്നെ തൊലച്ചു കളയുമെന്ന് പറയുന്നിടത്ത്, സാത്താൻ നിന്നെ തീർക്കുമെന്ന് പറയുന്നിടത്ത്, വാഗ്ദത്തം നിന്നെ ജീവിപ്പിക്കും. വാഗ്ദത്തം നിന്റെ അവസ്ഥകളെ വിശ്വസിക്കുന്നവരെത്രയുണ്ട്. പിശാച് നിന്നെ തീർത്തു കളയുമെന്ന് പറയുന്നിടത്ത്, സാഹചര്യങ്ങൾ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്നിടത്ത്, വാഗ്ദത്തം നിന്നെ ജീവിപ്പിക്കും. വാഗ്ദത്തം നിന്നെ ജീവിപ്പിക്കും. ഓ ഹല്ലേലൂയ. മനുഷ്യൻ അവസാനിച്ചെന്ന് പറയുന്നിടത്ത് എന്റെ ദൈവം തുടങ്ങും. എന്റെ ദൈവം തുടങ്ങും. വാഗ്ദത്തം ജീവിപ്പിക്കും. വാഗ്ദത്തം ജീവിപ്പിക്കും. ഇന്ന് കണ്ട മിശ്രമിനെ നീ ഒരു നാളും മേലാൽ കാണത്തില്ലെന്ന് പറഞ്ഞാൽ, നിന്റെ മുമ്പിൽ ചെങ്കടൽ കണ്ടേക്കാം, നിന്റെ പുറകെ ഫറവോനും സൈന്യവും വന്നേക്കാം, നിന്റെ കൂടെ നിൽക്കുന്നവർ വരെ നിനക്കെതിരെ തിരിഞ്ഞേക്കാം. പക്ഷേ നീ എഴുതി വെച്ചോ, ഇന്ന് കണ്ട മിശ്രമിനെ നീ മേലാൽ കാണത്തില്ല. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, വാഗ്ദത്തമുള്ളവരുടെ തലമുറകളെ, വാഗ്ദത്തമുള്ളവരുടെ ശുശ്രൂഷയെ, വാഗ്ദത്തമുള്ളവരുടെ ജീവിതത്തെ സ്വർഗത്തിലെ ദൈവം അടുത്തൊരു ഡൈമെൻഷനിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്ന Thank you, Lord Jesus. Thank you, Lord Jesus. അതുകൊണ്ടാണ് ഇസഹാക്ക് ഗരാറിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്ക് ഗരാറിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ യഹോവയായ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നീ ഈജിപ്തിലേക്ക്, നീ ഗരാറിലേക്ക് പോകരുത്. ഹല്ലേലൂയ. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് ഞാൻ നിന്റെ മേൽ നിവർത്തിക്കും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മുൻപത്തെ പോലെ അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. അപ്പൻ ഫേസ് ചെയ്തത് പലതും മോനും ഫേസ് ചെയ്തു. അപ്പന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, മോന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി. അപ്പനും ഒരിക്കൽ രാജാവിനോട് പറയേണ്ടി വന്നു, സാറ എൻ്റെ പെങ്ങളാണെന്ന്, സ്വന്തം ഭാര്യ പെങ്ങളാണെന്ന് പേടിച്ച് പറയേണ്ടി വന്നു. മകൻ ഇസഹാക്കും തൻ്റെ ഭാര്യയായ റബേക്ക തൻ്റെ സഹോദരിയാണെന്ന് രാജാവിനോട് പറയേണ്ടി വന്നു. അപ്പൻ ഫേസ് ചെയ്തത് പലതും മോനും ഫേസ് ചെയ്തു. പക്ഷേ മോൻ അപ്പനെ പോലെ ആയിരുന്നില്ല. മോൻ കുറച്ചും കൂടെ ബുദ്ധിക്കാത്ത കാര്യം ചെയ്യുന്നവനായിരുന്നു. ഹല്ലേലൂയ. അപ്പൻ കുറച്ചുകൂടെ വിശ്വാസത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവനായിരുന്നു. ആരും മിണ്ടുന്നില്ല ഇതിനകത്ത്. അബ്രഹാം മോനെ കുറച്ചുകൂടെ വിശ്വാസത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവനായിരുന്നു. അടുത്ത ജനറേഷൻ വന്നപ്പോൾ വിശ്വാസം ബുദ്ധിയും കൂടെ കയറി.
ഹല്ലേലൂയ. അവന് വിശ്വാസം ഉണ്ടായിരുന്നു, അവൻ ബുദ്ധിയിൽ ഓപ്പറേറ്റ് ചെയ്തു. അവന് മനസ്സിലായി ഈ ക്ഷാമത്തിൽ ഇവിടെ നിന്നാൽ ഒരു പണി നടക്കത്തില്ല, ഇവിടുന്ന് സ്ഥലം വിടുന്നതാണല്ലേ. അങ്ങനെ ഇസഹാക്ക് പെട്ടി പാക്ക് ചെയ്തു. ഇസഹാക്ക് പെട്ടി പാക്ക് ചെയ്തപ്പോൾ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, യഹോവ അവന് പ്രത്യക്ഷനായി. ഏതെങ്കിലും ഒരു ദൂതനെ അല്ല വിട്ടത്. ദൈവം നിന്റെ മേലുള്ള പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഡീൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. അവൻ അബ്രഹാമിന്റെ സന്തതി, അവൻ വാഗ്ദത്തമുള്ളവനാ. അതുകൊണ്ട് ദൈവം അവന് പ്രത്യക്ഷമായിട്ട് പറയുന്നു, ഇസഹാക്കിനോട് പറയുന്നു, നീ മിസ്രൈമിലേക്ക് പോകരുത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഒരു സാഹചര്യവും കണ്ട് വേണ്ടാത്ത തീരുമാനം എടുക്കരുത്. പറഞ്ഞാട്ടെ, ഒരു സാഹചര്യവും കണ്ട് വേണ്ടാത്ത തീരുമാനം എടുക്കരുത്. പറഞ്ഞാട്ടെ, ഒരു സാഹചര്യവും കണ്ട് വേണ്ടാത്ത തീരുമാനം എടുക്കരുത്. ഒരു സാഹചര്യവും കണ്ട് ശുശ്രൂഷ അവസാനിപ്പിക്കരുത്. ഒരു സാഹചര്യവും കണ്ട് ദൈവം നിന്നെ വിളിച്ചതിൽ നിന്ന് പുറകോട്ട് പോകരുത്. ഒരു വ്യക്തികളെയും കണ്ട് ദൈവം ഏൽപ്പിച്ചത് താഴെ വെക്കരുത്. ഇതാരോടോ ഉള്ള ഒരു സന്ദേശമാണ്. ഒരു ഫെലിസ്ത്യന്മാരെയും കണ്ട് കിണർ മൂടുന്ന ഒരുത്തനെയും കണ്ടോണ്ട് നീ കിണർ കുഴിക്കുന്നത് അവസാനിപ്പിക്കരുത്. നീ കിണർ കുഴിക്കുന്നത് അവസാനിപ്പിക്കാതിരുന്നാൽ കിണർ മൂടിയവൻ നിന്റെ രഹബോത്ത് കാണാൻ പോവുകയാണ്. In the name of Jesus, I prophesy over these people. I decree and declare it. ഇസഹാക്കിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നീ ഗരാറിലേക്ക്, ഈജിപ്തിലേക്ക് പോകരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് സത്യം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കും. മോനെ, നിനക്ക് കുറച്ച് പുതിയ വാഗ്ദത്തങ്ങൾ ഞാൻ തരാൻ പോവല്ല. നിന്റെ അപ്പനില്ലേ അബ്രഹാം, ഞാൻ അദ്ദേഹത്തോട് കുറെ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ നടന്നിട്ടുള്ളൂ. നിന്നെ കുറിച്ച് പറഞ്ഞത് പലതും പെൻഡിങ്ങാ. പെൻഡിങ് പ്രോമിസുകൾ റിലീസ് ചെയ്യാൻ ചില പെൻഡിങ് പ്രോമിസുകൾ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ, ഏതെങ്കിലും വാതിലുകൾ തുറക്കാനുണ്ടെങ്കിൽ, ഏതെങ്കിലും അത്ഭുതങ്ങൾ നടക്കാനുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം യേശുവിൻ നാമത്തിൽ നിന്റെ പിതാവായ അബ്രഹാമിനോട് സത്യം ചെയ്തത്, പറഞ്ഞേ, സത്യം ചെയ്തത്. അബ്രഹാമിനോട് സത്യം ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് നിവർത്തിക്കും. ക്ഷാമം കണ്ട്, ദേശത്തിന്റെ അവസ്ഥ കണ്ട് നീ തെറ്റായ തീരുമാനം എടുക്കരുത്. നീ പെട്ടി പാക്ക് ചെയ്യരുത്, ടിക്കറ്റ് ബുക്ക് ചെയ്യരുത്. ഹല്ലേലൂയ. വാഗ്ദത്തം എവിടെയാണോ കിടക്കുന്നേ, നീ അവിടെ നിൽക്കണം. ഇത് കർത്താവ് ഇടപെടുകയാണ്. നിന്നോടുള്ള വാഗ്ദത്തം ഏത് ദേശത്താണോ കിടക്കുന്നേ, ദേശം നിനക്കെതിരാണേലും നീ അവിടെ നിൽക്കണം. നീ അവിടെ നിൽക്കണം. സകലതും നിന്റെ കാൽ കീഴിൽ വരുന്ന ഒരു സീസൺ. സകലതും നിന്റെ കാൽ കീഴിൽ വരുന്ന ഒരു സീസൺ. സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കും. എത്ര ഫെലിസ്ത്യന്മാർ എഴുന്നേറ്റാലും, എത്ര സൻബല്ലത്തുമാർ എഴുന്നേറ്റാലും, എത്ര തോബിയാവുമാർ എഴുന്നേറ്റാലും, എത്ര ദാഗോന്മാർ എഴുന്നേറ്റാലും, എത്ര അനാക്യ മല്ലന്മാർ എഴുന്നേറ്റാലും, എത്ര ഗോലിയാത്തുമാർ എഴുന്നേറ്റാലും, എത്ര യൂദാമാർ എഴുന്നേറ്റാലും, നിന്നെ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞ പട്ടണത്തിൽ തന്നെ നിന്നെ ഉയർപ്പിച്ചിരിക്കും. നിന്നെ ക്രൂശിച്ച പട്ടണത്തിൽ തന്നെ നിന്നെ ഉയർപ്പിച്ചിരിക്കും. നിന്നെ ക്രൂശിച്ച ഇത് ആർക്ക് സ്വീകരിക്കാൻ കഴിയും? നിന്നെ ക്രൂശിച്ച പട്ടണത്തിൽ തന്നെ നിന്നെ ഉയർപ്പിച്ചിരിക്കും.
നിന്നെ ക്രൂശിച്ച കുടുംബത്തിൽ തന്നെ നിന്നെ ഉയർത്തിയിരിക്കും. നിന്നെ ക്രൂശിച്ച ബന്ധുക്കാരുടെയും നാട്ടുകാരുടെ ഇടയിൽ തന്നെ എന്റെ ദൈവം നിന്റെ തലയെ ഉയർത്തി പിടിച്ചിരിക്കും. I am feeling the power of God. എവിടേക്കോ തകർന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. കുടുംബത്തിനകത്ത് വന്നു കയറിയ, വീട്ടിനകത്ത് നിരാശ അനുഭവിച്ചവർ എന്നെ കേൾക്കുന്നുണ്ട്. എത്രയോ വ്യക്തികൾ നിന്നെ ഒതുക്കാൻ നോക്കി, എത്രയോ വ്യക്തിത്വങ്ങൾ നിന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കി, എത്രയോ സമയങ്ങളിൽ പലരുടെ മുമ്പിലിട്ട് നിന്നെ അപമാനിച്ചു, പലരുടെ മുമ്പിലിട്ട് നിന്നെ ക്രൂശിച്ചു. നിന്നെ നോക്കി പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, നിനക്കൊരു ഉയർപ്പുണ്ട്, നിനക്ക് ഒരു ഉയർപ്പുണ്ട്. ഫെലിസ്ത്യന്മാർ മടങ്ങി വന്ന് ഇസഹാക്കിനോട് പറയുകയാണ്, സമയമില്ല. ഫെലിസ്ത്യന്മാർ മടങ്ങി വന്ന് ഇസഹാക്കിനോട് പറയുകയാണ്, യഹോവ നിന്റെ കൂടെ ഉണ്ടെന്ന്, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. യഹോവ നിന്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കിപ്പോ സ്പഷ്ടമായി കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി 26-ാം അധ്യായം 28-ാം വാക്യത്തിൽ യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, നിങ്ങൾക്ക് തമ്മിൽ ഒരു സത്യബന്ധമുണ്ടാകണം. നമുക്ക് രണ്ടുപേർക്കും കൂടെ ടൈപ്പിൽ പോകണം. ഇതേ വ്യക്തികളാണ് കുറെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞത്, നീ ഇവിടെ ഒരു കിണറും കുഴിച്ചേക്കരുത്. ഇതേ വ്യക്തികളാണ് കുറെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞത്, നീ ഒരു വൻ പരാജയമാണെന്ന്. ഇതേ വ്യക്തികളാണ് കുറെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞത്, നീ എന്ത് തൊട്ടാലും ഞങ്ങൾ തകർക്കുമെന്ന്. പക്ഷേ എന്തെല്ലാം ചെയ്തിട്ടും ഇസഹാക്ക് ഒറ്റയ്ക്കാണ്. ഫെലിസ്ത്യന്മാർ അനേകരാണ്, ഇസഹാക്ക് ഒറ്റയ്ക്കാണ്. ജീവിതത്തിൽ നീ ഒറ്റയ്ക്കാണെങ്കിലും, നീ ഒറ്റപ്പെട്ടാ നിൽക്കുന്നെങ്കിലും വറീഡ് ആകരുത്. അവരോട് കൂടെ ഉള്ളവരെക്കാൾ നിന്നോട് കൂടെ ഉള്ളവർ അധികമാണ്. നിങ്ങളിൽ ഉള്ളവൻ, 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, നിന്നിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. യോഹന്നാൻ 16:33 ബൈബിൾ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ഞാനിത് പറയുമ്പോൾ ഇത് കേവലം ഒരു പ്രസംഗമല്ല, ഇവിടെ ഇരിക്കുന്നവരുടെ ലൈഫാണ്. ഇവരുടെ ഇരിക്കുന്നവരുടെ ലൈഫാണ്. ചിലരുടെ മേലൊരു ദൈവാലോചനയെ പറയുകയാണ്. നിന്നെ ആട്ടിപ്പായിച്ചവരും, നിന്നെ അകറ്റി നിർത്തിയവരും, നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞവരും, നിന്നെ തിരക്കി വരുന്ന ഒരു സീസൺ നിന്റെ മുമ്പിൽ ദൈവം തുറക്കും. ഇതൊരു അഭിഷിക്തന്റെ വാക്കാണ്, ഒരു ദൈവദാസൻ വചനത്തിലൂടെ. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത വചനത്തിലൂടെ സംസാരിക്കുന്നെങ്കിൽ യെശയ്യാ 55:11 ബൈബിൾ പറയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. എവിടെ അസാധ്യതകളുണ്ടോ, എവിടൊക്കെ അസാധ്യതകളുണ്ടോ, അവിടെയെല്ലാം സാധ്യതകളെ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊളിക്കുന്ന, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിക്കുന്ന, കല്ലെടുത്ത്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, കല്ലെടുത്ത് അവനെ തന്നെ ചതയ്ക്കുമായിരുന്നു. ഒരുത്തൻ്റെ അകത്ത് അശുദ്ധാത്മാവ് കയറിയാൽ, പിശാച് കയറിയാൽ ഉള്ള അവസ്ഥയാണ്. അവനോട് തന്നെ അവന് തോന്നുന്നൊരു വെറുപ്പുണ്ട്. അവന് തന്നെ അവനെ ഇഷ്ടപ്പെടുന്നില്ല. അവന് ജീവിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. താങ്ക് യു ലോർഡ് ജീസസ്. എന്നാൽ നിങ്ങൾ ഈ സത്യം ഇനി മനസ്സിലാക്കുക. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത്, അവൻ കടലിനക്കരെ ഗദരദേശത്ത് എത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവൻ കടലിനക്കരെ ഗദരദേശത്ത് എത്തി എന്ന് പറയുമ്പോൾ, ഒരു സ്ഥലത്തെത്തി എന്ന് പറയുമ്പോൾ ഇതിനൊരു തുടക്കമുണ്ട്. പക്ഷെ ഇത് എവിടുന്നോ തുടങ്ങിയ ഒരു യാത്രയാണ്. ഞാൻ തുടങ്ങിയത് കൊട്ടാരക്കരയിൽ നിന്നാണ്. ഇമ്മാനുവൽ KB തുടങ്ങിയത് കോട്ടയത്ത് നിന്നാണ്. ഇതെവിടുന്നോ തുടങ്ങിയ ഒരു യാത്രയാണ്. അതിപ്പത്തെ ഇവിടെ വന്ന് എത്തി നിൽക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഈ യാത്ര എവിടെ തുടങ്ങിയെന്നൊന്ന് നോക്കിയേക്കാം. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ, മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ 35-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. ഈ അക്കരയായിരുന്നു ഗദരദേശം. പക്ഷെ ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവൻ പടകിൽ ഇരുന്ന പാടെ ശിഷ്യന്മാർ അവനുമായി യാത്ര തുടങ്ങി. ഒരു കാര്യം ഞാനിവിടെ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ കാണുന്നു. ശാന്തമായി പറയുന്നത് കേൾക്കാൻ സന്തോഷമുണ്ടോ? 2 പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ കാണുന്നു. ഒന്ന്, യേശു കർത്താവാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, എഴുന്നേൽക്ക, നമുക്ക് അക്കരയ്ക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ശിഷ്യന്മാരെ ഇപ്പോൾ ഈ പടകെടുക്കാനും യാത്ര ചെയ്യാനും വിളിച്ചത് യേശുവാണ്, വിളിച്ചത് കർത്താവാണ്. വിളിച്ച സമയം ഒരു വല്ലാത്ത സമയമാണ്. വിളിച്ച സമയം, കർത്താവിനാൽ വിളിക്കപ്പെട്ടവരുടെ കൈയൊന്ന് ഉയർത്തി കാണിച്ചു. ഹല്ലേലൂയ. ഓക്കെ, വിളിച്ച സമയം ഒരു വല്ലാത്ത സമയമാണ്. വിളിച്ചത് സന്ധ്യായാമത്തിലാണ്, സന്ധ്യായാമത്തിൽ. ഇനി ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ പിണങ്ങൂ, എന്നെയും നിങ്ങളെയും ഈ കർത്താവ് വിളിച്ചതും ജീവിതത്തിന്റെ ഒരു സന്ധ്യായാമത്തിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദർ പാസ്റ്റർ, എന്താണ് സന്ധ്യായാമം? പകലിന് ഒത്തിരി മണിക്കൂറുകളുണ്ട്, രാത്രിക്കും ഒത്തിരി മണിക്കൂറുകളുണ്ട്. പക്ഷെ സന്ധ്യായാമം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡാണ്, ഒരു ചുരുങ്ങിയ സമയമാണ്. 5:30 മണി കഴിഞ്ഞ് 6:30-7 മണി വരെയുള്ള സമയം എന്ന് പറയുന്ന ആ ഒരു 1.5 മണിക്കൂർ, 2 മണിക്കൂർ കൊണ്ട് വലിയ ഒരു സംഭവമാണ് ചേഞ്ച് ആകുന്നത്. പകൽ മാറി രാത്രിയായി തീരുന്നു. പകലിന് ഒത്തിരി മണിക്കൂറുകൾ, രാത്രിക്കും ഒത്തിരി മണിക്കൂറുകൾ. എന്നാൽ സന്ധ്യായാമം ഒരു ചെറിയ ടൈം പീരീഡാണ്. എന്താണ് സന്ധ്യായാമത്തിന്റെ പ്രത്യേകത? ഉദിച്ചു നിന്നിരുന്ന സൂര്യൻ അസ്തമിക്കുവാൻ തുടങ്ങുന്ന സമയം, വെളിച്ചം പതിയെ മാറി ഇരുട്ട് അകത്തേക്ക് കയറി വരുന്ന സമയം. വെളിച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ വെളിച്ചമുണ്ട്, എന്നാൽ നല്ലോണം വെളിച്ചമുണ്ടോ? ഇല്ല. ഇരുട്ടാണോ എന്ന് ചോദിച്ചാൽ ഇരുട്ടുമുണ്ട്, എന്നാൽ ഭയങ്കര ഇരുട്ടാണോ? അല്ല. ഇരുട്ടുമല്ല, വെളിച്ചവുമല്ല. എന്നാൽ ചില മിനിറ്റുകൾക്കകത്ത് ഇതും പൂർണ്ണമായും ഇരുട്ടാവും. ഇത് കുറച്ച് സെൻസ് ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. സന്ധ്യയാകുമ്പോൾ പിള്ളേർ വെളിയിലിറങ്ങുമ്പോൾ കളിക്കാൻ പോകുമ്പോൾ, സന്ധ്യക്ക് കളിക്കാൻ പോകുമ്പോൾ, സന്ധ്യക്ക് പുറത്തിറങ്ങുമ്പോൾ അമ്മ പറയും, കെറിവടാകത്ത്, ഇപ്പൊ ഇരുട്ടും. ഹല്ലേലൂയ. ഇപ്പൊ ഇരുട്ടും. സന്ധ്യ അധിക നേരം നിൽക്കത്തില്ല, പെട്ടെന്ന് ഇരുട്ടും. പെട്ടെന്ന് ഇരുട്ട് കയറി വരും. ഉദിച്ചു നിന്നിരുന്ന സൂര്യൻ പതിയെ അസ്തമിക്കുന്ന, ഇരുട്ട് പതുക്കെ അകത്തേക്ക് കയറി വരുന്ന സമയമാണ് സന്ധ്യയുടെ യാമം. വെളിച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇരുട്ടുണ്ടോ കൂട്ടത്തിൽ എന്ന് ചോദിച്ചാൽ ഇരുട്ടുമുണ്ട്. രണ്ടും കെട്ട അവസ്ഥ. കുടുംബമുണ്ടോ? ഉണ്ട്, എന്നാൽ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടോ? ഇല്ല. ബിസിനസ് ഉണ്ടോ? ബിസിനസ് തുടങ്ങിയായിരുന്നു, വല്ല നന്മയുണ്ടോ? ഒരു നന്മയില്ല. പിള്ളേരുണ്ടോ? പിള്ളേരുണ്ട്, എന്നാൽ അവരെയും കൊണ്ട് വല്ല സന്തോഷമുണ്ടോ? ഇല്ല. വെളിച്ചവും ഇരുട്ടും ഒന്നിച്ചു നിൽക്കുന്ന സന്ധ്യായാമം. വെളിച്ചവും ഇരുട്ടും ഒന്നിച്ചു നിൽക്കുന്ന സന്ധ്യായാമം. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, എന്നാൽ ആരോഗ്യമുണ്ടോ? ഒരു ആരോഗ്യമില്ല. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, എന്നാൽ സാമ്പത്തികമായി വല്ല മെച്ചമുണ്ടോ? ഒരു മെച്ചമില്ല. ഇരുട്ടും വെളിച്ചവും കൂടെ മിക്സ് ചെയ്ത് കിടക്കുകയാണ്. ഇരുട്ട് പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് വെളിച്ചമുണ്ട്, അത് അറിയാം, മനസ്സ് പറയുന്നുണ്ട് ഇത് മാറും, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് നീ ചിന്തിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈമില്ലേ, ഈ ഇരുട്ട് മുഴുവനായി നിന്നെ കാർന്ന് പിടിക്കുമെന്ന് നീ ചിന്തിക്കുന്ന ഒരു പ്രത്യേക ടൈം പീരീഡ് ഇല്ലേ, ആ ടൈം പീരീഡിലാണ് നിന്റെ ജീവിതത്തിന്റെ വെളിച്ചം പതുക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ പ്രതീക്ഷകൾ പതുക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന, ഇരുട്ട് പതുക്കെ നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന്
ഇരുട്ട് നിന്നെ പൂർണ്ണമായി പിടിക്കുന്നതിന് മുൻപ് അവൻ നിന്നെ വിളിച്ചു വേർതിരിച്ചു. ഇരുട്ട് നിന്നെ പൂർണ്ണമായി പിടിക്കുന്നതിന് മുൻപ്, ഇരുട്ട് നിന്നെ പൂർണ്ണമായി തകർക്കുന്നതിന് മുൻപ്. ചില കുടുംബങ്ങളോടുള്ള സാക്ഷിയാണ്. ഇരുട്ട് നിന്നെ പൂർണ്ണമായി തകർക്കുന്നതിന് മുൻപ്, ഇരുട്ട് നിന്നെ പൂർണ്ണമായി തീർക്കുന്നതിന് മുൻപ് എന്റെ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഇരുട്ടുകൾക്ക് നിന്നെ വിട്ടുകൊടുക്കാതെ, മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കാതെ, പിശാചിന് നിന്നെ വിട്ടുകൊടുക്കാതെ, തല തകർന്ന ലൂസിഫറിന് നിന്നെ വിട്ടുകൊടുക്കാതെ, നിന്റെ ജീവിതത്തെ സെമിട്രിയിലാക്കാതെ, കല്ലറയിലാക്കാതെ, നിന്നെ ശവപ്പെട്ടിക്കകത്താക്കാതെ, നിനക്ക് ജീവൻ തന്ന് വിടുവിച്ച് എഴുന്നേൽപ്പിച്ച കർത്താവിന് ഇനി പറഞ്ഞാട്ടെ. വെളിച്ചം പതിയെ കുറഞ്ഞു തുടങ്ങി, ഇരുട്ട് പതിയെ അകത്തേക്ക് കയറി വരുന്ന സന്ധ്യയുടെ യാമം. ഇരുട്ട് പതിയെ കുറഞ്ഞു തുടങ്ങി, വെളിച്ചം പതിയെ കുറഞ്ഞു തുടങ്ങി, ഇരുട്ട് അകത്തേക്ക് കയറുന്ന സന്ധ്യയുടെ യാമം. ഈ സന്ധ്യായാമത്തിങ്കൽ എന്റെ പ്രതീക്ഷയുടെ കിരണങ്ങൾ അസ്തമിക്കുമ്പോൾ, ഷിജിനെ, എന്റെ പ്രതീക്ഷയുടെ കിരണങ്ങൾ അസ്തമിക്കുമ്പോൾ, എന്റെ പ്രതീക്ഷയുടെ കിരണങ്ങൾ അസ്തമിക്കുമ്പോൾ, എന്റെ പ്രതീക്ഷയുടെ കിരണങ്ങൾ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ, ഒരിക്കലും അസ്തമിക്കാത്ത നീതി സൂര്യനായ എന്റെ പ്രതീക്ഷയുടെ കിരണങ്ങൾ അസ്തമിച്ചപ്പോൾ എന്റെ വീട്ടിൽ നീതി സൂര്യൻ ഉദിച്ചു എന്ന് പറയുന്ന എത്രപേരുണ്ട്? എന്റെ പ്രതീക്ഷ, എന്റെ പ്രതീക്ഷയുടെ കിരണങ്ങൾ പതുക്കെ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ, എന്റെ പ്രതീക്ഷയുടെ സൂര്യൻ പതുക്കെ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ, നീതി സൂര്യൻ, നീതി സൂര്യൻ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ദേശത്തെയും ജാതികളെയും മൂടിയപ്പോൾ എന്റെ മേലെ യഹോവ ഉദിച്ചു. അവന്റെ തേജസ് എന്നെ വന്ന് മൂടിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്ക. ഇവിടെ ഇരിക്കുന്ന തകർന്ന കുടുംബങ്ങളെ നോക്കി, പിശാച് തകർത്ത് കളയാൻ പദ്ധതി ഇട്ടിരിക്കുന്ന വ്യക്തികളെ നോക്കി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ യഹോവ നിന്റെ മേൽ ഉദിക്കും. അവൻ എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും. വീണ്ടും ആവർത്തിക്കുന്നു, ഓ, അവൻ എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. വിശ്വസിക്കുന്നവർക്ക് അവൻ എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അന്ധകാരം പ്രകാശമാകുമ്പോൾ നിന്നാൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും. എന്റെ ദൈവത്താൽ ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. പ്രതീക്ഷയുടെ സൂര്യൻ അസ്തമിച്ച സന്ധ്യായാമത്തിൽ, ഇരുട്ട് പതിയെ തള്ളിക്കേറിയ ഏതോ നിമിഷത്തിൽ, ഇരുട്ടിനെന്നെ വിട്ടുകൊടുത്തില്ലവൻ എന്ന് പറയുന്നവരുടെ കൈ ഒന്ന് ഉയർത്തി പിടിച്ച്. ഇരുട്ടിനെന്നെ വിട്ടുകൊടുത്തില്ലവൻ, ഇരുട്ടിനെന്നെ വിട്ടുകൊടുത്തില്ലവൻ. പക്ഷെ ഞാൻ ഇരുട്ട് കണ്ടായിരുന്നു. അതെന്റെ അടുത്ത് വരാൻ, എന്റെ അടുത്ത് വരാൻ ചില മിനിറ്റുകളെ ഉള്ളായിരുന്നു. ഇരുട്ട് കണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ എന്നെ വിട്ടുകൊടുത്തില്ല. കള്ള പിശാചിന് എന്നെ വിട്ടുകൊടുത്തില്ല. ശത്രുവിന് എന്നെ വിട്ടുകൊടുത്തില്ല. പൈശാചിക ശക്തികൾക്ക് എന്നെ വിട്ടുകൊടുത്തില്ല. എന്റെ ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി. അങ്ങനെ അവർ യേശുവിന്റെ കൂടെ യാത്ര തുടങ്ങി. ക്രിസ്തീയ ജീവിതം യേശുവിന്റെ കൂടെയുള്ള യാത്രയാണ്. ഇത് യേശുവിന്റെ കൂടെയുള്ള യാത്രയാണ്. വിളിക്കപ്പെട്ടത് സന്ധ്യായാമത്തിലാണ്. വിളിച്ചത് ദൈവപുത്രനാണ്. എഴുന്നേൽപ്പിച്ചത് കർത്താവാണ്. ദൈവദാസനെ വിളിച്ചത് ദൈവമാണെങ്കിൽ, എഴുന്നേൽപ്പിച്ചത് കർത്താവാണ്. അവൻ കൂടെ നിൽക്കും. ഞാനിത് അനുഭവിക്കുക. ഹല്ലേലൂയ. ഒരുത്തന്റെ മേളിൽ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ
ഒരുത്തനെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവനെ ശക്തീകരിക്കുന്ന ഒരു ദൈവം അവന്റെ കൂടെ. നിന്നെ വിളിച്ചത് ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവമാകയാൽ ഒരു തിരമാലകൾക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല, ഒരു പേമാരികൾക്കും. നിങ്ങൾക്കറിയാവോ ഈ യാത്ര അവർ മുന്നോട്ട് പോകുമ്പോൾ, ബ്രദർ, ഈ യാത്ര അവർ മുന്നോട്ട് പോകുമ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. ചെറിയ ചുഴലിക്കാറ്റല്ല, വലിയ ചുഴലിക്കാറ്റുണ്ടായി. ഞാനും നിങ്ങളും ഒക്കെ സാധാ കാറ്റേ കണ്ടിട്ടുള്ളൂ, വലിയ ചുഴലിക്കാറ്റൊന്നും കണ്ടിട്ടില്ല. വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറി പുറത്ത് കിടന്ന പലതും ഞാൻ വിളിക്കാതെ അകത്തോട്ട് തള്ളിക്കയറി. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തത് പലതും കതകെ മുട്ടാതെ വന്ന് അകത്ത് കയറി. ഞാൻ പ്രതീക്ഷിക്കാത്തത് പലതും എൻ്റെ വീട്ടിൽ വന്ന് കയറി. ഞാൻ പ്രതീക്ഷിക്കാത്തത് പലതും എൻ്റെ ജീവിതത്തിൽ വന്ന് കയറി എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ, അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. പടകിൽ തിര തള്ളിക്കയറി, അത് മുങ്ങുമാറ. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ഹുങ്കാര ശബ്ദത്തോടെ വീശിയടിച്ച ചുഴലിക്കാറ്റിന് നസ്രയനെ ഉണർത്താൻ കഴിഞ്ഞില്ല. യേശു എഴുന്നേറ്റായിരുന്നോ? ചുഴലിക്കാറ്റിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ യേശു എഴുന്നേറ്റായിരുന്നോ? ഇല്ലില്ല. തലമുടി മുതൽ പാദം വരെ ഉപ്പിന്റെ പതയുള്ള വെള്ളം ഒഴുകിയിറങ്ങി, വള്ളത്തിനകത്ത് വെള്ളം കയറി. ശരിക്കും യേശു ഇപ്പോൾ കിടക്കുന്നത് വെള്ളത്തിലാണ്. കാരണം വള്ളത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. നാഥാ, ഈ വള്ളം ഇപ്പോൾ മുങ്ങും, ഈ പടകിപ്പോൾ നശിക്കും, എല്ലാം തകർന്ന് തരിപ്പണമാകും, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞവർ നിലവിളിക്കുമ്പോൾ മുടി മുതൽ പാദം വരെ വെള്ളം വീണിട്ടും വള്ളത്തിൽ വെള്ളം കയറിയിട്ടും ഹുങ്കാര ശബ്ദത്തോടെ ചുഴലിക്കാറ്റടിച്ചിട്ടും യേശു എഴുന്നേറ്റില്ല. കാറ്റിന്റെ ശബ്ദങ്ങൾ അവനെ എഴുന്നേൽപ്പിച്ചില്ല. കടലിന്റെ ഓളങ്ങളും തിരമാലകളും അവനെ ഉണർത്തിയില്ല. പക്ഷെ തന്റെ മക്കൾ കരയാൻ തുടങ്ങിയപ്പോൾ, തന്റെ മക്കൾ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ, തന്റെ മക്കൾ നാഥ എന്ന് വിളിച്ചപ്പോൾ, കൊടുങ്കാറ്റുകൾക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയാത്തവനെ, തിരമാലകൾക്ക് ഉണർത്താൻ കഴിയാത്തവനെ തന്റെ മക്കളുടെ ശബ്ദം എഴുന്നേൽപ്പിച്ചു. യേശുവേ എന്നൊന്ന് വിളിക്കാമെങ്കിൽ, വായ് തുറന്ന കർത്താവിനെ, അവന്റെ നാമം ഒന്ന് വിളിച്ചപേക്ഷിക്കാമെങ്കിൽ, നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. അവൻ കാറ്റിനെ ശാസിച്ചു. അവൻ കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഈ വള്ളം, ഈ പടക്, ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെ? ഈ വള്ളം, ഈ പടക് മറുകരയിലെത്തി. എഴുന്നേൽക്ക, നമുക്ക് നടുകടലിൽ പോയി ചാകാം എന്നല്ല പറഞ്ഞത്. എഴുന്നേൽക്ക, നമുക്ക് അക്കരയ്ക്ക് പോകാം. നീ അക്കരയ്ക്ക് പോകും, അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ വിളിച്ചെങ്കിൽ നിന്റെ വിളിക്കകത്ത് എന്തൊക്കെ വാഗ്ദത്തം ഉണ്ടോ? എത്ര തെര വന്നാലും, എത്ര കാറ്റടിച്ചാലും, നിന്റെ വിളിക്കകത്ത് എത്ര വാഗ്ദത്തം ഉണ്ടോ, ആ വാഗ്ദത്തം മുഴുവൻ നീ കണ്ടിരിക്കും. വിശ്വസിക്കുന്നവർ എത്ര പേര് നിലവിലുണ്ട്? നിന്റെ വിളിക്കകത്ത് ഏതൊക്കെ വാഗ്ദത്തം ഉണ്ടോ അത് മുഴുവൻ നീ കണ്ടിരിക്കും. അതിനെ മുക്കിക്കളയാൻ ഒരു തിരക്കും കഴിയത്തില്ല. അതിനെ പറപ്പിച്ചുകൊണ്ട് പോകാൻ ഒരു കാറ്റിനും കഴിയത്തില്ല. ഇവിടെ ഒരു സംഭവം ഉണ്ടായി, അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഗദരദേശത്ത് ഈ വള്ളമെത്തി. യേശു കർത്താവ് ആ വള്ളത്തിൽ നിന്ന് ഇറങ്ങി ആ ലാൻഡിൽ, ആ മണലിൽ, ആ ഭൂമിയിൽ
കാല് ചവിട്ടിയപ്പോൾ തന്നെ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ കല്ലറയിൽ നിന്ന് ഓടി വന്നു. എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? യേശു കർത്താവ് ആ പട്ടണത്തിൽ കാല് ചവിട്ടിയപ്പോൾ കിലോമീറ്റർ അപ്പുറത്തിരുന്ന ദുരാത്മാക്കൾ അത് തിരിച്ചറിയും. ഒരു കൂട്ടം ദൈവമക്കൾ ഈ സ്ഥലത്ത് വന്നിരുന്ന് കൈ അടിക്കുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ, അഭിഷിക്തന്മാർ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ എന്നാ വിചാരിക്കുന്നത്? ഭരിക്കുന്ന പൈശാചിക ശക്തികൾ, പാരമ്പര്യത്തിന്റെ ശക്തികൾ, ഇരുളിന്റെ കോട്ടകൾ കേൾക്കുന്നത് ആത്മാവിൽ കാണുന്ന ദൈവത്തിരിപ്പുണ്ടെങ്കിൽ അവർ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിൽ ചവിട്ടിയപ്പോൾ യോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെട്ടെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കൾ ഈ പട്ടണത്തിൽ വന്നാർത്തു വിളിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ദേശത്തെ ഭരിക്കുന്ന സകല പൈശാചിക തേർവാഴ്ചകളും സകല ഇരുളിന്റെ ശക്തികളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശു പറഞ്ഞു, സാത്താൻ ആകാശത്ത് നിന്ന് മിന്നൽ വീഴുന്നത് പോലെ വീഴുന്നത് ഞാൻ കണ്ടു. Thank you, Lord Jesus. Thank you, Lord Jesus. Thank you, Lord Jesus. അശുദ്ധാത്മാവുള്ള മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. കല്ലറയിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. അവനെ എതിരേറ്റു. വേദപുസ്തകം പറയുന്നു അവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. എന്താ ഈ അവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു? നിങ്ങൾ ചിന്തിക്കരുത് കല്ലറ എന്ന് പറയുമ്പോൾ അവിടെ മുഴുവൻ ഈ സെമിട്രിയിൽ മുഴുവൻ പിശാചുക്കളാണെന്ന്. ഒരിക്കലുമല്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. മനുഷ്യ മരിച്ചുപോയ ആത്മാക്കൾക്ക് ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള അനുവാദമില്ല. ആക്സിഡന്റിൽ മരിച്ചതായിരിക്കാം, ആത്മഹത്യ ചെയ്തായിരിക്കാം, സ്വാഭാവിക മരണമായിരിക്കാം. ഏത് രീതിയിൽ മരിച്ചവനാണെങ്കിലും, അവൻ പാപിയാണെങ്കിലും അവൻ വിശുദ്ധനാണെങ്കിലും അവന്റെ ആത്മാവിനെ ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് അശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്? വീണുപോയ ദൂതന്മാർ. ഡീമണോളജി. തിയോളജി അറിയാത്തവരോട് ഇനി ഡീമണോളജി പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. അത് പൈശാചിക വൃന്ദങ്ങളാണ്. ആ പൈശാചിക വൃന്ദങ്ങൾ അവന്റെ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് അവനെ ഒരു കല്ലറയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. എന്താണ് കല്ലറ? ഒരു മനുഷ്യന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിലെ അവന്റെ ഫൈനൽ, ഈ ഭൂമിയിലെ അവന്റെ ഭൗതിക, ശ്രദ്ധിച്ചു കേൾക്കണം, ഈ ഭൂമിയിൽ അവന്റെ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിലെ ഫൈനൽ ഡെസ്റ്റിനി, കർത്താവിന്റെ വരവ് വരെ കല്ലറ കൊണ്ടാണ് അവന്റെ ഫൈനൽ ഡെസ്റ്റിനി. അതിനപ്പുറത്തില്ല. പിന്നെ അതിനപ്പുറത്ത് അവന്റെ ആത്മാവ് ദൈവം വെച്ച ഇടത്തേക്ക് പോകുന്നു. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇവനെ നോക്കി, ഇവൻ മരിച്ചിട്ടുണ്ടോ കല്ലറ കിടക്കാൻ? ഇവൻ ഡെഡ് ബോഡിയാണോ കല്ലറ കിടക്കാൻ? ഇവൻ ജീവനുള്ളവനാ. ഇവന്റെ അപ്പനും അമ്മയ്ക്കും നല്ലൊരു മകനായിട്ടിരിക്കേണ്ടവനാണ്. ഭാര്യ ഉണ്ടെങ്കിൽ നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കേണ്ടവനാണ്. മക്കളുണ്ടെങ്കിൽ നല്ലൊരു അപ്പനായിട്ടിരിക്കേണ്ടവനാണ്. അവൻ എല്ലാമായിരിക്കേണ്ടവനാണ്. അവൻ എല്ലാവർക്കും എല്ലാം ആകേണ്ടവനെ ഒന്നുമല്ലാതാക്കി എന്റെ ഭാഷയിൽ പറയാം, റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനെ ഫിനിഷിങ്ങിൽ എത്തിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓടി നടക്കേണ്ടവനെ, ഓടി നിൽക്കേണ്ടവനെ, മൂവ് ചെയ്യേണ്ടവനെ ഒരു സ്ഥലത്ത് കൊണ്ടങ്ങ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവന്റെ പാർപ്പ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. വല്ലപ്പോഴും വരുന്നതല്ല, അവന്റെ പാർപ്പ്
കല്ലറകളിലായിരുന്നു. അവിടെ ആ ഒരു പോയിന്റിൽ എല്ലാവരും അവസാനിക്കുന്നിടത്ത് അവസാനിക്കാത്തവൻ അവസാനിച്ച് കിടക്കുകയാണ്. അവസാനിക്കാത്തവൻ അവസാനിച്ച് കിടക്കുകയാണ്. ശത്രു അവനെ കൊണ്ട് ഒതുക്കി അവിടെ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, പിശാച് തീർത്തെടുത്തുന്ന അവൻ തുടങ്ങും. എത്ര പേർ കേട്ട? പിശാച് തീർത്തെടുത്തുന്ന അവൻ തുടങ്ങും. തീർത്തെടുത്ത് നിന്റെ ദൈവം തുടങ്ങും. ഏറ്റെടുക്കാൻ എത്ര പേര് ഇതിന്റെ അകത്തുണ്ട്? പിശാച് നിന്നെ തീർത്തെടുത്ത് നിന്റെ ദൈവം തുടങ്ങും. 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 ബൈബിൾ പറയുന്നു, യേശുവിനെ കണ്ടപ്പോൾ തന്നെ അവൻ വന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് പറയുകയാണ്, ഓടിച്ചെന്ന് നമസ്കരിച്ച്. പറഞ്ഞേ, നമസ്കരിച്ചു. വേർഡ് 6 പ്ലീസ്. 6-ാം വാക്യം മാറ്റരുത്. ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. But when he saw Jesus afar off, he ran and worshipped him. Emmanuel came him. Shijinu in the way. Worship our God. നിങ്ങൾ ഇന്ന് ദൈവത്തെ ആരാധിച്ചു അല്ലേ? ആ സാത്താൻ, പിശാച്, ഇവനിലിരിക്കുന്ന അശുദ്ധാത്മാക്കളാ ചെയ്യുന്നേ. യേശുവിന്റെ അടുത്ത് എന്നിട്ട് യേശുവിനെ ആരാധിച്ചെന്ന്. ഈ മലയാളം നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവരാ വേണേ നോക്കിക്കോ. മലയാളത്തിൽ നമസ്കരിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിൽ വർഷിപ്പ് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്. ആരാധിച്ചു. മാസങ്ങൾക്ക് മുമ്പ് ഇതേ സാത്താൻ യേശു 40 ദിവസം ഉപവാസം ഇരിക്കുമ്പോ യേശുവിനോടൊന്ന് പറഞ്ഞായിരുന്നു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ, നീ എന്നെ ഒന്ന് വർഷിപ്പ് ചെയ്താൽ ഈ കാണുന്ന എല്ലാം ഞാൻ നിനക്ക് തരാം. അന്ന് അവന്റെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞു, നിന്നെ നമസ്കരിക്കുമെന്നല്ല ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും യേശു കർത്താവ്. എന്റെ ചോദ്യം അന്ന് പിശാച് പറഞ്ഞു, അന്ന് പിശാച് യേശുവിന്റെ മുമ്പിൽ ഓഫർ വെച്ചു, നീ എന്നെ ഒന്ന് വർഷിപ്പ് ചെയ്താൽ ഈ ഭൂമി കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. അന്ന് കർത്താവ് പറഞ്ഞു, നിന്നെ വർഷിപ്പ് ചെയ്യൂ എന്നല്ല പറഞ്ഞേക്കുന്നേ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, നമസ്കരിക്കാവൂ, വർഷിപ്പ് ചെയ്യാവൂ. അന്ന് പിശാച് വെച്ച ഓഫറിന്റെ മുമ്പിൽ യേശു വീണില്ല. അന്ന് കർത്താവ് വചനത്തിന് വേണ്ടി നിന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പുസ്തകം എടുത്ത് എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ പറയുന്നു, അന്ന് യേശു വചനത്തിന് വേണ്ടി നിന്നു. ദൈവ വചനത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എന്നാൽ ഞാൻ അവരോട് പറയുന്നു, പിശാചിന്റെ മുൻപിൽ വണങ്ങാത്തവന്റെ മുമ്പിൽ പിശാച് വണങ്ങുകയാണ്. സാത്താന്റെ തന്ത്രങ്ങളെ പേടിക്കാത്തവന്റെ മുമ്പിൽ സാത്താൻ പേടിക്കുകയാണ്. കാഴ്ച കാണുകയാണ്. നിന്നെ തകർക്കുമെന്ന് പറയുന്ന ശക്തികളുണ്ടല്ലോ, നിന്നെ തകർക്കും എന്ന് പറയുന്ന ശക്തികളുണ്ടല്ലോ, നിന്നെ തകർക്കുമെന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, ഈ മുമ്പിൽ മുട്ടുകുത്തുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറ. അവനെ നമസ്കരിച്ചു. 6000 അശുദ്ധാത്മാക്കൾ ഒറ്റക്കെട്ടായി നിന്ന്, ചലിക്കാൻ പറ്റത്തില്ല, ഒറ്റക്കെട്ടായി നിന്ന് യേശുവിനെ നമസ്കരിച്ചു. എന്നിട്ട് അവരെല്ലാം കൂടെ കോറസ് പോലെ പറയാണ്. കോറസാണ്, 6000 പേര് ഒന്നിച്ച് പറയുമ്പോൾ കോറസാണ്. അവർ ഉറക്ക നിലവിളിച്ചു. ചെറിയ നിലവിളിയല്ല, ഉറക്ക നിലവിളിച്ചു. ഉറക്ക നിലവിളിക്കണമെങ്കിൽ നല്ലോണം പൊള്ളുന്നുണ്ട്. ഉറക്ക നിലവിളിക്കണമെങ്കിൽ ചെറിയ പൊള്ളലല്ല.
ജീവനുള്ള ദൈവം, പരിശുദ്ധനായ ദൈവം, തേജസ് വാരി ഉടുത്ത ദൈവം, താൻ മാത്രം അമർത്യത ഉള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ കർത്താവ്, ദൈവത്തിന്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിലെന്ത്? ദൈവത്തിനാണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ, എന്നെ ദണ്ഡിപ്പിക്കരുതേ. നല്ലോണം പൊള്ളുന്നുണ്ട്, എന്നെ ദണ്ഡിപ്പിക്കരുതേ. മോനെ, ദൈവ സാന്നിധ്യം പിശാചിനെ മുറിവേൽപ്പിക്കും. ദൈവ സാന്നിധ്യം പിശാചിനെ അസ്വസ്ഥമാക്കും. ഇരുന്ന് നിങ്ങൾ സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞില്ലേ? അതിനേക്കാൾ ഒച്ചത്തിലെ ഹല്ലേലൂയയുടെ മുമ്പിൽ ഏതൊക്കെയോ ശക്തികൾ അലറുന്നുണ്ട്. ആത്മാവിൽ അത് കേൾക്കുന്നവർ കുടുംബത്തിന് വിരോധമായി, ഭവനത്തിന് വിരോധമായി അടുത്ത വാക്യത്തിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അശുദ്ധാത്മാവേ, അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. എവിടെ? യേശു കൽപ്പിച്ചിരുന്നു. പ്രസന്റ് ടെൻസ് അല്ല, ഫ്യൂച്ചർ ടെൻസ് അല്ല, പാസ്റ്റ് ടെൻസ് ആണ്. കൽപ്പിച്ചിരുന്നു. പക്ഷെ ഈ വാക്യത്തിൽ എങ്ങും യേശു കൽപ്പിച്ചത് കാണുന്നില്ല. യേശു കമാൻഡ് ചെയ്തത് എങ്ങും കാണുന്നില്ല. ഒരിടത്ത് മാത്രമേ ഞാൻ മുകളിലോട്ട് വായിക്കുമ്പോൾ കമാൻഡ് ചെയ്തത് ഞാൻ കാണുന്നുള്ളൂ. കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാറ്റിന്റെയും ആ തിരമാലകളുടെയും ഈ വള്ളം അവിടെ എത്താതിരിക്കാൻ, ഈ ബോട്ട് അവിടെ എത്താതിരിക്കാൻ ഇവനിൽ വ്യാപരിക്കുന്ന ശക്തികൾ അതിന്റെ പുറകിലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരുത്തന്റെ വിടുതൽ മാക്സിമം തടയാൻ പിശാച് ശ്രമിക്കും. ഒരുത്തൻ പ്രാർത്ഥനയിൽ വരാതിരിക്കാൻ മാക്സിമം പിശാച് ശ്രമിക്കും. നിന്റെ നന്മകളെ തടയാൻ, നിന്റെ നന്മകളെ മുടക്കാൻ പിശാച് ഏത് വഴിയും സ്വീകരിക്കും. പക്ഷെ യേശു ഇവനെ, ഈ അശുദ്ധാത്മാവ് വിട്ടുപോകാൻ യേശു കൽപ്പിച്ചിരുന്നു. കൽപ്പിച്ചിരുന്നു. ചെന്നിട്ട് കൽപ്പിക്കുകയല്ല, കൽപ്പിച്ചിട്ട് ചെല്ലുകയാണ്. വിടുതൽ നടക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയല്ല, പ്രാർത്ഥിച്ചിട്ട് കൽപ്പിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ പേരെന്ത് എന്നവനോട് ചോദിച്ചതിന്, കല്യാണം ആലോചിക്കാനല്ല, നിന്റെ പേരെന്ത് എന്നവനോട് ചോദിച്ചതിന്, ഞങ്ങൾ പലരാകുന്നു. അതെ, ഞങ്ങൾ പലരാകുന്നു. മെനി ഡിപ്പാർട്ട്മെന്റ്സ്. അവന് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കുടുംബജീവിതം തകർക്കുക. അവന്റെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് വ്യഭിചാരം ചെയ്യിക്കുക. അവന്റെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് നിന്നെ കള്ളു കുടിപ്പിക്കുക. അവന്റെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് നിന്റെ നന്മകളെ ഇല്ലാതാക്കുക. അവന്റെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് നിന്നെ നിരാശയിൽപ്പെടുത്തുക. അവന്റെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അവന്റെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റ്, അവന്റെ ഹെഡ് ഓഫീസ് ആണ് സിൻ, പാപം. പാപം ചെയ്യിക്കുക, തേജസ് നഷ്ടപ്പെടുത്തുക. അവർ പലരാണ്, പല ഡിപ്പാർട്ട്മെന്റാണ്. ഞാൻ അതിനകത്ത് എങ്ങും പോകാൻ എന്ന് ആഗ്രഹിക്കുന്നില്ല. പിശാചേ, നിനക്ക് മനുഷ്യരെ തകർക്കാൻ പല 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 ഡിപ്പാർട്ട്മെന്റുകൾ കാണും. പക്ഷെ ഞങ്ങൾക്ക് നിന്നെ തീർക്കാൻ ഒറ്റ ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ. ഫെലിസ്ത്യന്മാർ ശിംശോനെ ബന്ധിച്ചത് പുതിയ കയറുകൊണ്ടാണ്. ഫെലിസ്ത്യന്മാർ ശിംശോനെ കെട്ടിയത് പുതിയ കയറുകൊണ്ടാണ്. പിശാചിന്റെ കയ്യിൽ എപ്പോഴും പുതിയ സ്ട്രാറ്റജികളുണ്ട്. എപ്പോഴും അവന്റെ കയ്യിൽ പുതിയ കയറുകളുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? പിശാചിന്റെ കയ്യിൽ എപ്പോഴും ഇവിടെ ഇരിക്കുന്ന ആ അമ്മച്ചിയോട് ചോദിച്ചേ, അമ്മച്ചി പറയും, അമ്മച്ചിയുടെ കാലത്ത് ആ അമ്മച്ചി അനുഭവിച്ച പ്രശ്നമാണോ എന്ന് അമ്മച്ചിയുടെ കൊച്ചുമക്കൾ അനുഭവിക്കുന്നേ? നിങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളാണോ നിങ്ങളുടെ മക്കൾ ഇന്ന് ഫേസ് ചെയ്യുന്നത്? നിങ്ങൾ നേരിട്ട
പ്രലോഭനങ്ങൾ, പാപത്തിന്റെ പ്രലോഭനങ്ങളാണോ ഇന്ന് നിങ്ങളുടെ മക്കൾ നേരിടുന്ന പ്രലോഭനം? ഓരോ വർഷം കഴിയുന്തോറും പിശാച് പുതിയ 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 കയറുകളാണ് കൊണ്ടുവരുന്നത്, പുതിയ 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 സ്ട്രാറ്റജികളാണ് കൊണ്ടുവരുന്നത്. ശിംശോനെ ഫിലിസ്ത്യൻ കിട്ടിയത് പുതിയ കയറാണ്, പക്ഷേ ഇതെല്ലാം തകർക്കാൻ വന്നത് ആ പഴയ പരിശുദ്ധാത്മാവ്. ആരുമിട്ടുന്നില്ലല്ലോ. പിശാചേ, നീ എത്ര സ്ട്രാറ്റജികൾ കൊണ്ടുവന്നാലും ദൈവത്തിന്റെ പരിശുദ്ധ രക്തം, അവന്റെ വചനം, അവന്റെ ആത്മാവിന്റെ ശക്തി അതിനെ തകർത്തെറിഞ്ഞിരിക്കും. വേദപുസ്തകം പറയുകയാണ്, 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ബൈബിൾ പറയുന്ന പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. പന്നി അവിടെ മേഞ്ഞുകൊണ്ട് നിൽക്കുന്ന പന്നിക്കൂട്ടത്തിൽ കയറാൻ പിശാച് പെർമിഷൻ ചോദിച്ചു. വാ തുറന്ന് പറഞ്ഞ പിശാച് യേശുവിനോട് പെർമിഷൻ ചോദിച്ചു. ഉറക്കെ പറഞ്ഞാട്ടെ, കർത്താവിന്റെ മക്കൾ മാത്രം പറഞ്ഞാട്ടെ. സാത്താൻ യേശുവിനോട് അനുവാദം ചോദിച്ചു. കർത്താവ് അനുവദിക്കാതെ ഒരു പിശാചിനും നിന്നെ തൊടാൻ പറ്റത്തില്ല. നിന്റെ വീടിന്റെ ഗേറ്റ് തൊടാൻ പെർമിഷൻ. ശിമോനെ, ശിമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു. നിങ്ങൾ എന്നാ വിചാരിക്കുന്നത്? സാത്താന് വന്ന് മേയാനുള്ള പുൽപ്പുറമാണോ നിങ്ങൾ? നിങ്ങൾ അവന്റെ മക്കളാ. യേശു കർത്താവ് പറഞ്ഞു, അവന് എന്നിൽ ഏതും ഇല്ല. അവൻ എന്നിൽ ഏതുമില്ല. മറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമായി കള്ളൻ വരുന്നു, എന്നാൽ ഞാൻ വന്നതോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനും. അവൻ അനുവാദം കൊടുത്തു. അങ്ങനെയുണ്ട് കേട്ടോ, അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്ന് കൂട്ടത്തോടെ കടുന്തൂക്കിലേക്ക്, ആ കടലിലേക്ക് പാഞ്ഞു ചെന്ന് ചാടി വീർപ്പ് മുട്ടി ചത്തു. ഏകദേശം 2000 പന്നി ഉണ്ടായിരുന്നു. 6000 ഭൂതം 2000 പന്നിയിൽ കയറണമെങ്കിൽ ഒരു പന്നിക്ക് 3 ഭൂതം വെച്ച് കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞത് 3 ഭൂതം വെച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഭൂതം, ശ്രദ്ധിച്ചു കേൾക്കണം, ഈ പൈശാചിക ശക്തി ആ പന്നിക്കൂട്ടത്തിൽ കയറിയതും പന്നികൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു. ആ വെള്ളത്തിൽ ചാടി ചത്തു. അപ്പൊ പിശാച് ഒരുത്തനെ കൊണ്ട് നടക്കുന്നത്, സാത്താൻ ഒരുത്തന്റെ അകത്ത് കയറുന്നത് നന്നാക്കാനല്ല, നശിപ്പിക്കാനാണ്. എന്നാൽ യേശു നിന്നിൽ വന്നത് നിന്റെ മരണം നീക്കി നിനക്ക് ജീവൻ തരാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജിജി പാസ്റ്റർ ഇവിടെ പറഞ്ഞു, എല്ലാ ഞായറാഴ്ചയും കൊട്ടാരക്കര ചർച്ചിൽ രാവിലെ 10 മണി മുതൽ ആരാധന നടക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ച ആരാധനയുണ്ട്. 1000 കൊട്ടാരക്കരയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. എന്തിനാ പറയുന്നത്? നിന്റെ അകത്ത് ജീവൻ നിലനിൽക്കാൻ, നീ ക്രിസ്തുവിൽ നിലനിൽക്കാൻ, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ. കാരണം ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മാത്രമേ നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റാൻ കഴിയൂ. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു ദൂത് പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വെള്ളത്തിൽ ചാടിയില്ലേ പന്നിക്കൂട്ടം? സാത്താനല്ല, ഇപ്പൊ 6000 എണ്ണം കടലിൽ ചാടിയിട്ടുണ്ട്. ഇതേ പിശാച്, ഇതേ സാത്താൻ യേശുവും ശിഷ്യന്മാരും ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ. ഈ 13 എണ്ണത്തെ വെള്ളത്തിൽ മുക്കാൻ നോക്കിയതാ. ഇതേ സാത്താൻ യേശുവിനെയും ശിഷ്യന്മാരെയും ആ വെള്ളത്തിൽ മുക്കാൻ നോക്കിയതാ. മരണഭീതി അവരുടെ അകത്ത് കയറി. പിശാച് പ്ലാൻ ചെയ്തു, ഈ പടക് ഗദരദേശത്ത് എത്തരുത്, ഭൂതഗ്രസ്തൻ വിടുവിക്കപ്പെടരുത്. യേശു കർത്താവിനെ ശിഷ്യന്മാരെയും വെള്ളത്തിൽ മുക്കി തീർക്കാൻ നോക്കിയ അതേ പൈശാചിക വൃന്ദം അതേ വെള്ളത്തിനകത്ത് വേദപുസ്തകം പറയുന്നു 14-ാമത്തെ വാക്യത്തിൽ, പന്നികളെ മേയ്ക്കുന്നവർ ഓടി വന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്നു. ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. 16-ാം വാക്യം, കണ്ടവർ ഭൂതഗ്രസ്തനെ സംഭവിച്ചതും
പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. 17-ാം വാക്യം. അപ്പോൾ അവർ അവനോട് ഞങ്ങളുടെ അതിർ വിട്ടു പോകാൻ അപേക്ഷിച്ചു തുടങ്ങി. 18-ാമത്തെ വാക്യം. അവർ പടകെടുക്കുമ്പോൾ ഭൂതഗ്രസ്തൻ, ദിസ് വെരി ഇമ്പോർട്ടന്റ് വേർഡ്, താനും കൂടെ പോരട്ടെ എന്ന് അവനോട് ചോദിച്ചു. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്നെ വിടുവിച്ചവനെ, എന്നെ രക്ഷിച്ചവനെ, നിന്റെ കൂടെ ഞാനും വരികയാണ്. ബൈബിൾ പറയുന്നു, നിങ്ങളായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കാറിൽ അവനെ കൊണ്ടുപോയനെ. യേശു അവനെ അനുവദിക്കാതെ. ശരിക്കും എൻ്റെ മെസ്സേജ് അതാണ്. പക്ഷെ സമയം അവസാനിക്കുന്നു. യേശു അവനെ അനുവദിക്കാതെ. നിന്റെ വീട്ടിൽ നിനക്കുള്ളവർ കൂടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് പറഞ്ഞു. 20-ാം വാക്യം പറയുന്നു, അവൻ പോയി തനിക്ക് യേശു ചെയ്തതൊക്കെയും ദെക്കേപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? യേശു കർത്താവിന്റെ കൂടെ ഈ 12 ശിഷ്യന്മാർ, യേശു 13 പേരുടെ കൂടെ 14-ാമനായി ഇവനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചു. കൂടെ പോന്നോട്ടെ എന്ന് ചോദിച്ചു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പക്ഷെ യേശു അനുവദിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുമ്പിൽ ചില ജനലുകൾ അടയ്ക്കുന്നത് ചില കതകുകൾ തുറക്കാൻ വേണ്ടി. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കും. നമ്മൾ ദൈവത്തിൽ നിന്നും യെസ് എന്ന് കേൾക്കാൻ ഇരുന്നെടുത്ത് ദൈവം നോ എന്ന് പറയുന്നെങ്കിൽ അതിന്റെ പിറകിൽ എന്തോ ഒരു വലിയ വിടുതൽ നടക്കാൻ. ഒന്നും കൂടെ ആവർത്തിക്കുന്നു. നമ്മൾ ദൈവത്തിൽ നിന്ന് യെസ് എന്ന് കേൾക്കാൻ ആഗ്രഹിച്ചെടുത്ത് ദൈവം നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ എന്തോ ഒരു അത്ഭുതം സംഭവിക്കാനോ. നിങ്ങൾ ഇനി ബൈബിൾ പഠിച്ചേ. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ എന്നേക്കാൾ വളരെ സീനിയറായുള്ള ദൈവദാസന്മാർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയ വേദപുസ്തകം പഠിച്ച് ദെക്കേപ്പൊലി എന്ന നാട്ടിൽ യേശു കർത്താവ് ഒരു അത്ഭുതം ചെയ്തതായിട്ടോ കടന്നു ചെന്ന് ദൈവരാജ്യം പ്രസംഗിച്ചതായിട്ടോ ബൈബിളിൽ കാണുന്നില്ല. യേശു കർത്താവ് പോയ ദേശത്തിന്റെ എല്ലാം മാപ്പ് ഉൾപ്പെടെ നിങ്ങളുടെ ബൈബിളിന്റെ അവസാനത്തെ പേജിൽ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് യേശു ദെക്കേപ്പൊലിയിൽ പ്രസംഗിച്ചതോ, ദെക്കേപ്പൊലിയിൽ രോഗികളെ സൗഖ്യമാക്കിയതോ, ദെക്കേപ്പൊലിയിൽ അത്ഭുതം ചെയ്തതോ നിങ്ങൾ കാണുന്നേയില്ല. നിങ്ങൾ കാണുന്നില്ല. യേശു പോയില്ല അങ്ങോട്ട്. കർത്താവ് എന്നാ ചെയ്തെന്നറിയാവോ? താൻ വിടുവിച്ചവനെ അവിടെ കർത്താവ് അപ്പോയിന്റ് ചെയ്ത് നിർത്തി. ഒന്നുകൂടെ പറയാം. മനസ്സിലായില്ല. ഒന്നുകൂടെ പറയാം. നാട്ടുകാർ മുഴുവൻ ഇവനിൽ കണ്ടതൊരു ഭൂതഗ്രസ്തനെയാ. നാട്ടുകാർ മുഴുവൻ ഇവനിൽ കണ്ടതൊരു പരാജിതനെ. പക്ഷേ യേശു അവനിൽ കണ്ടത് ദെക്കേപ്പൊലിയുടെ ഉണർവുകാരനെയാണ്. ദെക്കേപ്പൊലിയുടെ ഉണർവുകാരനെയാണ്. ഈ അമ്മ നിന്നിൽ കണ്ടിട്ടില്ലാത്തത്, നിന്റെ അപ്പൻ നിന്നിൽ കണ്ടിട്ടില്ലാത്തത്, നിന്റെ കുടുംബക്കാർ നിന്നിൽ കണ്ടിട്ടില്ലാത്തത്, നിന്റെ ദേശക്കാർ നിന്നിൽ കണ്ടിട്ടില്ലാത്തത് എന്റെ ദൈവം എന്നിൽ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് ചാടി എഴുന്നേറ്റ്. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചേ. അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, ഒരു മനുഷ്യർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് ഇന്ന് എന്റെ കർത്താവ് എനിക്ക് കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ഞാൻ പ്രാർത്ഥിക്കാൻ പോണേ. ഇത് ആ കരങ്ങൾ ഒന്ന് താഴ്ത്തിയിട്ടാട്ടെ. ഞാൻ ചിലർക്ക് വേണ്ടി സ്പെസിഫിക് ആയി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ചെങ്ങലകൾ കൊണ്ട് കെട്ടിയാൽ ചെങ്ങല ഉരുമി പൊട്ടിക്കുന്ന, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിച്ച് പുറത്തു വരുന്ന ദെക്കേപ്പൊലിയിലെ സുവിശേഷകൻ ഗദരദേശത്തെ ഭൂതഗ്രസ്തനായിരുന്നു. മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും സൗഖ്യമാകാതിരുന്ന രക്തസ്രവക്കാരി സ്ത്രീ ആ നാട്ടിലെ ശാപം വഹിച്ചവൾ എന്ന് വിളിക്കപ്പെട്ടവളായിരുന്നു. പക്ഷേ അവളെ യേശു സാക്ഷിയാക്കി മാറ്റി. നഷ്ടപ്പെട്ട യായിറോസിന്റെ പൈതലിനെ യേശു ഉയർപ്പിച്ച് ആ കുടുംബത്തെ മാനിച്ചു. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തത്, എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് എനിക്ക് വേണ്ടി എന്റെ കർത്താവ് കൈകാര്യം ചെയ്യും. അത് വിശ്വസിക്കുന്ന എത്ര പേരിന്റെ നടുവിലുണ്ട്? ഏറ്റവും വലിയ അത്ഭുതം നിങ്ങൾ അമേരിക്കയ്ക്ക് പോകുന്നതോ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നതോ ഒന്നുമല്ല. ഏറ്റവും വലിയ അത്ഭുതം നിനക്ക് യേശുവിനെ ലഭിക്കുന്നത്. യേശുവിനെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഭൂതഗ്രസ്തൻ സുവിശേഷകനായി,
രക്തസ്രവക്കാരി സാക്ഷിയായി. മരിച്ച കുഞ്ഞ് ദേശത്തിന്റെ നടുവിൽ കർത്താവിന്റെ മഹത്വത്തെ അറിയിച്ചു. നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ തിരിക്കാൻ ഈ ലോകത്തിലെ പണങ്ങൾക്കോ ഒരു സംവിധാനത്തിനോ കഴിയത്തില്ല. നിനക്ക് നിത്യജീവൻ തരാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ നൽകപ്പെട്ട വേറെ ഒരു